അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹദീസ് പഠനം. ആയത്തുൽ കുർസി ദിവസവും 6 തവണ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൻ അബി ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ ഖറഅ ആയത്തുൽ കുർസി ദുബുറ കുല്ലി സ്വലാത്തിൻ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നതി ഇല്ലാ അൻ യമൂത്. അബു ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ നമസ്കാര ശേഷവും ആര് ആയത്തുൽ കുർസി പാരായണം ചെയ്തുവോ അവന് സ്വർഗത്തിലേക്കെത്താൻ തടസ്സം അവന്റെ മരണം മാത്രമാണ്. ആയത്തുൽ കുർസിയുടെ ശ്രേഷ്ഠത വെളിപ്പെടുത്തുന്ന വളരെ ശ്രദ്ധേയമായൊരു ഹദീസാണ് ഇത്. എല്ലാ ഫർള് നമസ്കാരങ്ങളുടെയും ശേഷം മുടങ്ങാതെ സ്ഥിരമായി പാരായണം ചെയ്യേണ്ട ഒരായത്താണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 255 ആയത്തായ ആയത്തുൽ കുർസി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിനെ കുറിച്ച് പറഞ്ഞത് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തരമായ ആയത്ത് എന്നാണ്. അതോടൊപ്പം ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഈ ആയത്ത് പാരായണം ചെയ്താൽ അവന് ശൈത്താന്റെ ഉപദ്രവം ഉണ്ടാവുകയില്ല എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അവൈത ഇലാ ഫിറാഷിക ഫഖ്റ ആയത്തുൽ കുർസി ലൻ യസാല അലൈക മിനല്ലാഹി ഹാഫിൽ വലാ യഖ്റബുക ശൈത്വാനുൻ ഹത്താ തുസ്ബിഹ്. നീ കിടപ്പറയിലെത്തിയാൽ ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുമുള്ള ഒരു സംരക്ഷകൻ നിനക്കുണ്ടാവും. നേരം പുലരുവോളം ശൈത്വാൻ നിന്റെ അടുക്കിലേക്ക് വരികയില്ല. യാ അബാ മുൻദിർ ആ തദ്രി അയ്യ ആയത്തിൻ മിൻ കിതാബില്ലാഹി മഅകഅളം. അബൂ മുൻദിറെ, നിന്റെ കൂടെയുള്ള അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ ഏറ്റവും മഹത്തരമായ ആയത്ത് ഏതാണ് എന്ന് നിനക്കറിയാമോ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച് അതിന് നൽകിയ മറുപടി ആയത്തുൽ കുർസിയാണ് എന്നാണ്. വളരെ മഹത്തരമായ ആശയം ഉൾക്കൊള്ളുന്ന ആയത്താണ് ആയത്തുൽ കുർസി. അള്ളാഹുവിന്റെ ഏകത്വത്തെ, അവന്റെ അധീശാധിപത്യത്തെ, അവന്റെ അധികാരത്തെ എല്ലാറ്റിനെയും വളരെ മനോഹരമായി ചുരുങ്ങിയ വാക്കുകളിൽ പ്രതിപാദിക്കുന്ന സൂക്തം കൂടിയാണ് ആയത്തുൽ കുർസി. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു അവനല്ലാതെ ഇലാഹേയില്ല. അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, എല്ലാം നിയന്ത്രിക്കുന്നവനാണ്. ലാ തഅഖുദുഹു സിനത്തും വലാ നൗം. മയക്കമോ ഉറക്കമോ അവനെ പിടികൂടുകയില്ല. ലഹു മാഫിസ് സമാവാതി വമാഫിൽ അർള്. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളത് അവനുള്ളതാണ്. മൻദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. അവന്റെ സമ്മതം കൂടാതെ അവന്റെ അടുക്കൽ ശുപാർശ ചെയ്യുന്നവനായി ആരുണ്ട്? യഅ്ലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. അവർക്ക് മുമ്പിലുള്ളതും പിന്നിലുള്ളതും അവൻ അറിയുന്നു. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ. അവൻ ഉദ്ദേശിച്ചതല്ലാതെ അവന്റെ അറിവിൽ നിന്ന് ഒന്നും അവർക്ക് അറിയുകയില്ല. വസിയ കുർസിയുഹു സമാവാതി വൽ അർള്. അവന്റെ കുർസിയ് ആകാശങ്ങളും ഭൂമിയും കവിഞ്ഞ് വിശാലമായിരിക്കുന്നു. വലാ യഊദുഹു ഹിഫ്ളുഹുമാ. അവ രണ്ടിന്റെയും സംരക്ഷണം അവനെ ഒട്ടും പ്രയാസപ്പെടുത്തുന്നില്ല. വഹുവൽ അലിയുൽ അലീം. അത്യുന്നതനും മഹാനുമാണവൻ. ഈ സൂക്തം എല്ലാ നമസ്കാര ശേഷവും പതിവാക്കുകയും നമ്മുടെ കുടുംബത്തെ ഇത് ശീലിപ്പിക്കുകയും വേണം. അതോടൊപ്പം ഉറങ്ങാൻ കിടക്കുമ്പോഴും ആയത്തുൽ കുർസി പതിവാക്കാൻ നാം ശ്രദ്ധിക്കണം. മറ്റുള്ളവരെ ശ്രദ്ധിക്കാൻ പ്രേരിപ്പിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.